الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم وعظم في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق. ഏറെ പ്രിയമുള്ള വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി മുഅ്മിനീങ്ങളായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ യഥാർത്ഥ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, വളരെ ഏറെ ശ്രേഷ്ഠത ഉള്ള മഹത്വമേറിയ പുണ്യം നിറഞ്ഞ പരിശുദ്ധമായ ദിനരാത്രങ്ങളിലേക്കാണ് നമ്മളൊക്കെ പ്രവേശിച്ചിട്ടുള്ളത്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കപ്പെട്ട, പവിത്രമാക്കപ്പെട്ട ആ ദുൽഹിജ്ജ മാസത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഏറെ പ്രധാനപ്പെട്ട സുദിനങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുമ്പിൽ നൽകപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ലഭിച്ച ഈ അസുലഭമായ സന്ദർഭത്തെ വളരെ ഏറെ ശ്രദ്ധയോടും ജാഗ്രതയോടും കൂടി ഉപയോഗപ്പെടുത്തുവാൻ നാം എല്ലാം ശ്രദ്ധിക്കണമെന്നാണ് ആമുഖമായി ഈ സന്ദർഭത്തിൽ എന്നോടും നിങ്ങളോടും ഉപദേശിക്കുവാനുള്ളൂ. പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് ഇനി ഏതാനും ദിനങ്ങൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ
മാത്രമാണ് അവശേഷിച്ചിട്ടുള്ളത്. ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ നിന്ന് ജനലക്ഷങ്ങളാണ് ഹജ്ജിൻ്റെ ആ പ്രഖ്യാപനം, ആ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് ആ പരിശുദ്ധമായ പുണ്യഭൂമിയിൽ, ആ മക്കയിലും പരിസരങ്ങളിലുമെല്ലാം തമ്പടിച്ചിരിക്കുന്നത് അനേകം ലക്ഷങ്ങളായ ആളുകൾ. നമ്മുടെ ഈ നാട്ടിൽ നിന്നും ധാരാളക്കണക്കിന് സഹോദരങ്ങൾ നമ്മുടെയൊക്കെ പ്രതിനിധികളായിക്കൊണ്ട് വഫ്ദുള്ള എന്നാണ് ഹാജിമാരെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. വഫ്ദുള്ള, അള്ളാഹുവിൻ്റെ നിവേദക സംഘം. അങ്ങനെ നമ്മുടെയൊക്കെ പ്രതിനിധികളായിട്ട് കുറേ ആളുകൾ, കുറേ മനുഷ്യർ അവിടെ എത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിച്ച് സമാധാനത്തോടും ശാന്തിയോടും കൂടി അവരവരുടെ വീടകങ്ങളിലേക്ക് തിരിച്ചെത്തുവാനുമുള്ള തൗഫീക്ക് അള്ളാഹു അവർക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കും ആ പരിശുദ്ധ ഭവനം ഒരിക്കലെങ്കിലും അവിടെ സന്ദർശിക്കുവാനും അവിടെ ആ ഹജ്ജ് നിർവഹിക്കുവാനും നമുക്കെല്ലാവർക്കും അള്ളാഹു അവസരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ദുൽഹജ്ജ് മാസത്തിലെ 10 ദിനങ്ങളുടെ പ്രത്യേകതകളും അതിൻ്റെ പ്രാധാന്യവും നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. നാം റമദാനിൻ്റെ അവസാനത്തെ 10 കുറിച്ച് ധാരാളം കേട്ടിട്ടുള്ളവരാണ്. ലൈലത്തുൽ ഖദർ ഉൾപ്പെടുന്ന ആ 10 ദിനരാത്രങ്ങൾ, അവസാനത്തെ 10, അതിൽ പ്രധാനപ്പെട്ട ലൈലത്തുൽ ഖദർ ഏത് ദിവസമാണെന്ന് നിശ്ചയിക്കപ്പെടാത്തത് കൊണ്ട് കൃത്യമായി അവസാനത്തെ 10 മുഴുവനായും അല്ലെങ്കിൽ ഒറ്റയായ രാവുകളിലും നിങ്ങളതിനെ പ്രതീക്ഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊക്കെ ആ ദിനങ്ങളിൽ പ്രത്യേകമായ തയ്യാറെടുപ്പുകളും പ്രത്യേകിച്ച് രാത്രിയിൽ ഉറക്കമൊഴിഞ്ഞ് കൊണ്ട് തഹജ്ജുദും മറ്റുള്ള ഇബാദാത്തുകളും ഒക്കെ നിർവഹിക്കാറുണ്ട്. എന്നാൽ അതുപോലെ തന്നെ മഹത്വമുള്ള, അതിനോളം തന്നെ അടുത്ത് എത്തുന്ന അല്ലെങ്കിൽ അത്രത്തോളം തുല്യ പ്രാധാന്യമുള്ള ദിനങ്ങളാണ് സഹോദരങ്ങളെ ഈ ദുൽഹജ്ജിലെ ആദ്യത്തെ 10, 1 മുതൽ 10 വരെയുള്ള ദിനരാത്രങ്ങൾ ദിവസങ്ങൾ എന്ന് നമ്മളാരും മറന്നു പോകരുത്. നമ്മൾ എത്രമാത്രം ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയാതെ പോവുകയാണ് എങ്കിൽ നമുക്കിതിൻ്റെ പുണ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയില്ല. സാധാരണമായ ജീവിതത്തിൽ മാത്രം ചുരുങ്ങിക്കൊണ്ട് നമ്മൾ ദിനേനയുള്ള ആ കാര്യങ്ങളിൽ മാത്രം ഇടവഴുകി അതിൽ അവസാനിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞ കാര്യമാണ് ഈ ദിനങ്ങൾ എന്ന് പറയുന്നത്. ഈ 10 ദിനങ്ങളെ സംബന്ധിച്ച് അല്ലാഹു സത്യം ചെയ്തുകൊണ്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വൽ ഫജ്ർ വലയാലിൻ അശ്ർ. വൽ ഫജ്ർ, പ്രഭാതം തന്നെയാണ് സത്യം. വലയാലിൻ അശ്ർ, 10 രാവുകൾ തന്നെയാണ് സത്യം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഈ ദിനങ്ങളെ കുറിച്ച് പറഞ്ഞു തരികയാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. വല്ലയാലി അശ്ർ, ഈ 10 ദിനങ്ങൾ, 10 രാവുകൾ എന്ന് പറഞ്ഞാൽ അൽ മുറാദു ബിഹാ അശ്റു ദുൽഹിജ്ജ കമാ ഖാല ഇബ്നു അബ്ബാസ് വ ഇബ്നു ഉമർ വ ഇബ്നു സുബൈർ വ മുജാഹിദിൻ വ ഗൈറു വാഹിദിൻ മിന സലഫ് വൽ ഖലഫ്. തഫ്സീറു ഇബ്നു കസീർ അതിൽ പറയുകയാണ്, വല്ലയാലി അശ്ർ എന്ന് പറഞ്ഞാൽ വൽ മുറാദു ബിഹാ, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അശ്റു ദുൽഹിജ്ജ, അശ്റു ദുൽഹിജ്ജയാണ്. അതായത് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നാണ്. കമാ ഖാല ഇബ്നു അബ്ബാസ്, സഹാബി വര്യനായ പ്രമുഖ ഖുർആൻ വ്യാഖ്യാതാവായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, വ ഇബ്നു സുബൈർ, അതേപോലെ തന്നെ വ മുജാഹിദിൻ വ ഗൈറു വാഹിദിൻ, അവരെ കൂടാതെ തന്നെ മിന സലഫ് വൽ ഖലഫ്, മുൻഗാമികളും പിൻഗാമികളുമായ മഹാരഥന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് ഈ അശ്റു ദുൽഹിജ്ജ, വലയാലിൻ അശ്ർ എന്ന് പറഞ്ഞാൽ അശ്റു ദുൽഹിജ്ജയാണ് എന്ന്
ആണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുക. ഈ 10 വളരെയധികം പ്രാധാന്യമുണ്ട് എന്നാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹജ്ജിൽ തന്നെ സൂറത്തുൽ ഹജ്ജ് 22-ാമത്തെ അധ്യായം, ആ സൂറത്തുൽ ഹജ്ജിൽ തന്നെ പറയുന്നു അയ്യാമി മഅലൂമാത്ത്, നിശ്ചിതമായ ദിനങ്ങൾ അല്ലെങ്കിൽ അറിയപ്പെട്ട ദിനങ്ങൾ എന്ന് ഈ വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. അറിയപ്പെട്ട ദിനങ്ങൾ അയ്യാമി മഅലൂമാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിനെ സംബന്ധിച്ച് വിളംബരം ചെയ്തുകൊണ്ട് പറയുന്ന ആ ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅ്തൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ് ലിയശ്ഹദു മനാഫിയ ലഹും വയദ്കുറു ഇസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്ത്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയ്യാമിൻ മഅലൂമാത്ത് എന്നാണ് പറയുന്നത്. വഅലാ മാ റസഖഹും മിനൽ ബഹീമത്തി മിൻ ബഹീമത്തിൽ അൻആമി ഫകുലൂ മിൻഹാ വഅത്ഇമുൽ ബാഇസൽ ഫഖീർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ആ ഭാഗത്ത് വിവരിക്കുമ്പോൾ ആ ഭാഗത്ത് പ്രത്യേകം എടുത്തു പറയുന്നത് അയ്യാമി മഅലൂമാത്ത് എന്നാണ്. അയ്യാമി മഅലൂമാത്ത്, അറിയപ്പെട്ട ദിനങ്ങൾ എന്നാണ്. എന്താണ് ഇവിടെ പറഞ്ഞത്? വാസിൻ, വിളംബരം ചെയ്യുക ഹജ്ജിനെ ഫിന്നാസ്, ജനങ്ങളോട്, ഫിൽ ഹജ്ജ്, ഹജ്ജിനെ സംബന്ധിച്ച് വിളംബരം ചെയ്യുക. യഅ്തൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, വിദൂരമായ മലമ്പാതകൾ താണ്ടിയും മെലിഞ്ഞ ഒട്ടകപ്പുറത്തും എല്ലാം അവർ നിന്റെ അടുക്കൽ, കാൽനടക്കാരും ഒക്കെ ആയിക്കൊണ്ട് അവർ നിന്റെ അടുക്കൽ അഥവാ ആ ആലയത്തിൽ, ആ കഅബാലയത്തിലേക്ക് അവർ വരുന്നതാണ്. നിങ്ങൾ നോക്കൂ, എത്രമാത്രം അർത്ഥവത്തായ വാക്യങ്ങളാണ് അവിടെ. ഒന്നും ഇല്ലാതിരുന്ന വെറും ഒരു മൊട്ടക്കുന്ന് മാത്രമായിരുന്ന ആ കഅബയും പരിസരങ്ങളും ഇന്ന് ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഇന്ന് എല്ലാ കണ്ണുകളും അവിടേക്കാണ്, എല്ലാ ശ്രദ്ധയും അവിടേക്കാണ്, എല്ലാ കാതുകളും അങ്ങോട്ടേക്ക് തിരിച്ചു വച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു ആരാണ്? ഇബ്രാഹിം നബിയോടാണ് ഈ കൽപ്പന ആദ്യമായി അല്ലാഹു നടത്തുന്നത്. ഇബ്രാഹിം നബിയാണ് ഇത് വിളിക്കുന്നത്. ജനങ്ങളെ, കഅബ പണി പൂർത്തിയാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന വാസിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ഹജ്ജിന് വിളംബരം ചെയ്തു ഇബ്രാഹിം, എല്ലാവരും വിളിക്കൂ. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ് അള്ളാഹുവിനോട്, പറച്ചവനെ, ഞാനിത് ഇവിടെ നിന്നുകൊണ്ട് പറഞ്ഞ ആര് കേൾക്കാനാണ്? ഞാനിത് ഇവിടെ നിന്നുകൊണ്ട് പ്രഖ്യാപിച്ചാൽ ആരെ കേൾക്കാനാണ് റബ്ബേ എന്ന് പറഞ്ഞപ്പോൾ നീ വിളിക്കുക, കേൾപ്പിക്കുന്നത് ഞാനാണ്. നോക്കുക, ഇന്ന് എത്രയോ ജനലക്ഷങ്ങളാണ് അന്നു മുതൽ ഇന്നുവരെയും ഇടതടവില്ലാതെ ആ പുണ്യഭൂമിയിൽ ഓരോ വർഷവും എത്ര ജനങ്ങളാണ് ആ പുണ്യഭൂമി സന്ദർശിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു കൽപ്പന അതങ്ങനെ ഇങ്ങനെ തടസ്സമില്ലാതെ അങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ മിനിറ്റുകൾ 3 മിനിറ്റിലും ഓരോ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുകയാണെന്ന് ഈ ഹാജിമാരെയും കൊണ്ട് ഹജ്ജ് ചെയ്യാൻ വരുന്നവരെ. ജിദ്ദ എയർപോർട്ട്, ആ എയർപോർട്ടിൽ ഇങ്ങനെ ഓരോ 3 മിനിറ്റുകളുടെ വ്യത്യാസം ഇല്ലാതെ ഇങ്ങനെ ഫ്ലൈറ്റ് ഇങ്ങനെ ഇറങ്ങിക്കോ, മലമ്പാതകൾ, വിദൂരമായ മലമ്പാതകൾ താണ്ടിയും കാൽനടക്കാരായും അതേപോലെ മെലിഞ്ഞ ഒട്ടകപ്പുറത്തും ഒക്കെ ആയിട്ട് ഇതാ നിന്റെ അടുക്കൾ അവർ വന്നെത്തും എന്ന ആ കൽപ്പന അക്ഷരാർത്ഥത്തിൽ സ്ഥാപിച്ചുകൊണ്ട് അതങ്ങനെ അനവരതം തുടർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ആ കൽപ്പനകൾക്ക് ഇടയിലാണ് എന്തിനാണ് ഇങ്ങനെ വരാൻ പറഞ്ഞത്, വിളിക്കാൻ പറഞ്ഞത്? ലിയശ്ഹദു മനാഫിഅ ലഹും, അവർക്ക് പ്രയോജനമുള്ള ചില കാര്യങ്ങളിൽ അവർ സാക്ഷികളായി തീരാൻ വേണ്ടി, അവർക്ക് പ്രയോജനമുള്ള കാര്യങ്ങളിൽ സാക്ഷികളായി തീരുവാനും വേണ്ടിയും, വയദ്കുറു ഇസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്ത്, അറിയപ്പെട്ട ദിനങ്ങളിൽ അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കുവാനും വേണ്ടി എന്ന് അള്ളാഹു സഹോദരങ്ങളെ എടുത്തു പറയുക. അവിടെ അറവ് നടത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ബലിമൃഗങ്ങളെ അറുക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നു. ഫകുലൂ മിൻഹ, നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുക. വഅത്ഇമുൽ ബാഇസൽ ഫഖീർ, എന്നിട്ട് ആ പരവശനും മിസ്കീനും ദരിദ്രനുമായ ആളുകൾക്ക് നിങ്ങൾ ഭക്ഷിപ്പിക്കുകയും ചെയ്യുക എന്ന് അള്ളാഹു. അതുകൊണ്ടാണ് നമ്മൾ ഉലൂഹിയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ
ഇറച്ചിയും ഒക്കെ ദരിദ്രർക്കിടയിൽ നമ്മൾ വിതരണം ചെയ്യുന്നു. പാപങ്ങളെ മുൻകും നമ്മൾ പരിഗണിക്കുന്നു. അള്ളാഹുവിൻ്റെ ഈ കൽപ്പനയാണ്, ഇസ്ലാമിൻ്റെ മാനവികതയാണ് ഇത് വിളിച്ചോതുന്നത്. സമൂഹത്തിലെ പ്രയാസം അനുഭവിക്കുന്ന ദരിദ്രരായ ആളുകളെ എന്നും ഇസ്ലാം പരിഗണിക്കുന്ന ആ ഒരു അവസ്ഥയാണ് ഇസ്ലാമിനെ പരിശോധിച്ചാൽ കാണാൻ സാധിക്കുന്നത്. പാവങ്ങളോടൊപ്പമാണ് ഈ ദീൻ, പട്ടിണിപ്പാവങ്ങളോടാണ് ഈ ദീൻ. അവരെ മറന്നുകൊണ്ടുള്ള ഒരു ആഘോഷം ഇസ്ലാമിലില്ല. അതുകൊണ്ടാണ് ഈ നമ്മൾ ഈദുൽ ഫിത്ർ ദിനത്തിൽ ഫിത്ർ സക്കാത്ത് നൽകുന്നതും പെരുന്നാൾ ദിനത്തിൽ ഒരാൾ പോലും പട്ടിണി കിടന്ന് ബുദ്ധിമുട്ടരുത്, പട്ടിണി കിടക്കരുത് എന്ന ഉദ്ദേശത്താലാണ് അവരെ പരിഗണിക്കുകയാണ്. ഫിത്ർ സക്കാത്ത് നൽകണം, എല്ലാവരും നിർബന്ധമായിട്ടും ഫിത്ർ സക്കാത്ത് നൽകണം എന്ന ഒരു കൽപ്പന വന്നിരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഇതൊക്കെ ഇസ്ലാമിന്റെ മാനവികതയാണ് ഉദ്ഘോഷിക്കുന്നത്. അപ്പൊ സഹോദരങ്ങളെ, ഈ അശർ ദുൽഹിജ്ജയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം ഒരുപാട് സവിശേഷതകൾ. ഇനി അങ്ങോട്ടുള്ള ഈ അശർ ദുൽഹിജ്ജ കടന്നു വരുമ്പോൾ ദുൽഹജ്ജ് 8, 9, 10, 11 ദിനങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്, നിസ്സാരമായ ദിനങ്ങളല്ല അത്. ഈ 8 എന്ന് പറയുന്നത് ഹജ്ജ് ആരംഭം കുറിക്കുന്ന ദിവസമാണ്. ദുൽഹജ്ജ് 8 യൗമു തർവിയ എന്നാണ് ആ ദിനത്തെ വിശേഷിപ്പിക്കുന്നത്. യൗമു തർവിയ, അതായത് വെള്ളമൊക്കെ ഹാജിമാർ വെള്ളമൊക്കെ എന്ത് ചെയ്യുക, സംഘടിപ്പിക്കുക, ശേഖരിക്കുക, ഹജ്ജിന് വേണ്ടി ഒരുങ്ങുന്ന ആ നേരം അതിന് യൗമു തർവിയ എന്ന് പറയുന്നു. ദുൽഹജ്ജ് 8 യൗമു തർവിയ എന്ന് പറയുന്നു. അവിടെ ഹാജിമാർ നേരെ മിനായിലേക്ക് പോവുകയാണ്. ദുൽഹജ്ജ് 8 ഹാജിമാർ മിനായിലേക്ക് പോവുകയാണ്. അവിടെ ഹജ്ജിന്റെ ലബ്ബൈക മുഴക്കിക്കൊണ്ട്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക എന്ന് പറഞ്ഞുകൊണ്ട് മുഴുവൻ ഹാജിമാരും മിനായിലേക്ക് തിരിക്കുകയാണ്. അവിടെ കൊണ്ട് ആരംഭിക്കുന്നു, ഹജ്ജ് കർമ്മത്തിന് ആരംഭം കുറിക്കുകയാണ്. അവിടെ നിന്ന് പിന്നീട് പിറ്റേന്ന് ദിവസം ഹാജിമാർ അറഫ, യൗമു അറഫ, അറഫ ദിനമാണ്, അറഫയിലേക്ക് വരികയാണ്. എന്താണ് അൽ ഹജ്ജ് യൗമു അറഫ, അൽ ഹജ്ജു അറഫ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിക്കുകയുണ്ടായി. അതായത് അറഫയാണ് ഹജ്ജ് എന്ന്. അറഫ കിട്ടാത്തവർക്ക് ഹജ്ജില്ല. വേറെ എന്തെങ്കിലും പ്രയാസത്തിൽ എന്തെങ്കിലുമൊക്കെ മുടങ്ങിപ്പോയാലും അറഫ ദിനത്തിൽ അറഫയിൽ സമ്മേളിക്കാത്തവർക്ക് ഹജ്ജ് ലഭിക്കുകയില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പോയ ആളുകളൊക്കെ ചിലപ്പോൾ അവിടെ ചെന്ന് രോഗം പിടിച്ചു ഹോസ്പിറ്റലിലൊക്കെ ആയിട്ടുള്ളവരൊക്കെ ഉണ്ടാവും. അവരെയൊക്കെ കുറച്ചു നേരത്തേക്കെങ്കിലും അതാത് ഹോസ്പിറ്റലുകളിൽ സംവിധാനത്തിൽ ആംബുലൻസിലൊക്കെ ഈ അറഫ ബൗണ്ടറിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കുറച്ചു നേരം കൊണ്ട് നിർത്തും. എന്തിനാണ്? ഈ ഹജ്ജ് നഷ്ടപ്പെടാൻ പാടില്ല, ഇതില്ലെങ്കിൽ ഹജ്ജ് ആവുകയില്ല എന്ന്. അപ്പോൾ അങ്ങനെയുള്ള യൗമു അറഫ ദിവസം സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെയും ഹജ്ജിൽ അറഫയിൽ കഴിച്ചുകൂട്ടുക, അറഫയിൽ കഴിച്ചുകൂട്ടുക. എന്താണ് അറഫ ദിനത്തിന് ഒരുപാട് സവിശേഷതകൾ, ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ദിനമാണ് അറഫ ദിനം. ഇസ്ലാം പൂർത്തീകരിച്ചത് അന്നാണ്. ഈ മതം പൂർത്തീകരിക്കപ്പെട്ടത് ഈ ഒരു നാളിലാണ്, ഒരു അറഫ ദിവസത്തിലാണ്, ഒരു അറഫ ദിനത്തിലാണ്, ഒരു വെള്ളിയാഴ്ചയാണ് ഈ ദീൻ പൂർണ്ണമായി സമ്പൂർണമാക്കപ്പെട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവതരിപ്പിക്കപ്പെട്ടത് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും അൽ ഇസ്ലാമ ദീന എന്ന് പറയുന്ന ആയത്ത് അവതരിപ്പിക്കപ്പെടുന്ന ഒരു ജൂതൻ ഈ ആയത്ത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, ഉമറേ, നിങ്ങളുടെ ഖുർആനിൽ ഒരു ആയത്തുണ്ടല്ലോ, ആ ആയത്ത് ഞങ്ങൾക്കാണ് അവതരിപ്പിക്കപ്പെട്ടത് എങ്കിൽ ഞങ്ങൾ അന്നേ ദിവസം പെരുന്നാളാക്കുമായിരുന്നു എന്ന്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഏതാണ് ആയത്ത്? അപ്പോൾ ജൂതൻ ഓതി കൊടുക്കുകയാണ്, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കറിയാം, എനിക്കത് കൃത്യമായിട്ടറിയാം, ഏത് ദിവസമാണെന്നറിയാം, ഏത് സമയമാണെന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം എന്ന് ആ ജൂതനോട് പറയുകയാണ്. അതേ ദിവസം പെരുന്നാളാണ്.
നമ്മൾ അന്നേ ദിവസവും പെരുന്നാൾ ആഘോഷിക്കുകയാണ്. നമ്മൾ തക്ബീർ തുടങ്ങുന്നത് അറഫാ ദിനത്തിന്റെ സുബഹി മുതൽ നമ്മൾ അറഫ എന്ത് ചെയ്യുന്നു, തക്ബീർ തുടക്കം കുറിക്കുക. നമ്മുടെ അല്ലാത്ത പള്ളികളിലൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ തക്ബീർ മുഴക്കുന്ന സമയമാണ്. നമുക്ക് പെരുന്നാളാണ്. അപ്പോ ഇസ്ലാം പൂർത്തീകരിക്കപ്പെട്ട സമ്പൂർണമാക്കപ്പെട്ട ദിനമാണ് അറഫ എന്ന് പറയുന്നത്. അപ്പോൾ ദുൽഹജ്ജ് മാസത്തിലെ 10 ദിവസത്തിലെ ഒരു ദിനം എന്ന് മാത്രമല്ല അറഫ ദിനത്തിന്റെ പ്രത്യേകത. ഖുർആനിൽ അറഫയെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിച്ചിട്ടുണ്ട്. ഖുർആനിൽ അറഫയെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. 85-ാം അധ്യായം അതിലെ 2-3 വചനങ്ങൾ. 85-ാം വചനം സൂറത്തുൽ ബുറൂജ്, വസ്സമാഇ ദാത്തിൽ ബുറൂജ് വൽയൗമിൽ മൗഊദ് വശാഹിദിൻ വമശ്ഹൂദ്. എന്താണ്? നക്ഷത്ര മണ്ഡലങ്ങളുള്ള ആകാശം തന്നെയാണ് സത്യം. വശാഹിദിൻ വൽയൗമിൽ മൗഊദ്, വാഗ്ദാനം ചെയ്യപ്പെട്ട ആ ദിവസം തന്നെയാണ് സത്യം. വശാഹിദിൻ വമശ്ഹൂദ്, സാക്ഷിയും സാക്ഷ്യം വഹിക്കപ്പെടുന്നതുമായ കാര്യം തന്നെയാണ് സത്യം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഈ അറഫ ദിനത്തെ സംബന്ധിച്ചും എടുത്തു പറയുകയാണ്. ഇതിൽ മശ്ഹൂദ് എന്ന് പറയുന്നത് അറഫ ദിവസത്തെ സംബന്ധിച്ചാണെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ യൗമുൽ മൗഊദ് യൗമുൽ ഖിയാമ, വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസം എന്ന് പറയുന്നത് ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചാണ്, ആ അന്ത്യനാളിനെ സംബന്ധിച്ചാണ്. ആ എന്ന് പറയുന്നത് യൗമുൽ മൗഊദ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വൽ യൗമുൽ മശ്ഹൂദ് എന്ന് പറഞ്ഞാൽ യൗമുൽ അറഫയെ സംബന്ധിച്ചാണ്. വശാഹിദ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസത്തെ ഈ ജുമാ ദിവസത്തെ സംബന്ധിച്ചാണ് എന്ന് തിരുമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളിൽ കാണാം. ആ ദിവസത്തിൽ ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് അഭിമാനത്തോടെ പറയുന്ന ദിവസമാണ് യൗമു അറഫ. ആ സമ്മേളിച്ച മുഴുവൻ ആളുകളെ സംബന്ധിച്ചും അല്ലാഹു അഭിമാനം മലക്കുകളുടെ അടുക്കൽ അഭിമാനം കൊണ്ട് പറയും. അൻ അബി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇന്നല്ലാഹ തആല യുബാഹി മലായികതഹു, മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിമാനത്തോടെ പറയും അശീതു അറഫ ബി അഹ്ലി അറഫ. അതായത് ഒരു അറഫയിലെ ആ വൈകുന്നേര സമയത്ത് അല്ലാഹു ആകാശത്ത് നിന്ന് ഇറങ്ങി വരും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലാഹു എല്ലാ ദിവസവും ഒന്നാം ആകാശത്തേക്ക്, അടുത്ത ആകാശത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. രാത്രിയിലെ അവസാന യാമങ്ങളിൽ കുല്ലയൗമിൻ, എല്ലാ ദിവസവും അല്ലാഹു ഒന്നാം ആകാശത്തേക്ക്, അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരാറുണ്ട്. എന്നാൽ അതേപോലെ തന്നെ ഒരു ഇറക്കം, അല്ലാഹുവിന്റെ ഇറക്കം ഈ അറഫ ദിവസം പകലിൽ, മറ്റേത് രാത്രിയിലാണെങ്കിൽ ഇത് പകലിൽ അല്ലാഹു ഇറങ്ങി വരുന്ന സമയമാണത് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറച്ചുകൂടി ഈ ഭൂമിയിലേക്ക് അടുത്തു വരുന്ന സമയമാണ് എന്ന് ഹദീസുകളിൽ വന്നിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ആ അറഫയിലെ ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവിടെ നിൽക്കുന്ന ആളുകളെ കുറിച്ച് മലക്കുകളോട് അഭിമാനത്തോടുകൂടി ഒരു വൈകുന്നേര സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല യഖൂൽ, അല്ലാഹു പറയും ഉൻളുറു ഇലാ ഇബാദി, എൻ്റെ അടിയാന്മാരെ നിങ്ങൾ കാണുവിൻ. ശുഗുസൻ വബറ, പൊടി പിടിച്ച ശരീരങ്ങളും ജട പിടിച്ച തലയുമായി എൻ്റെ ദാസന്മാർ എൻ്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ടിതാ വന്നിരിക്കുന്നു എന്ന് അല്ലാഹു അഭിമാനത്തോടുകൂടി പറയുന്ന ദിവസമാണത്. നോക്കുക സഹോദരങ്ങളെ, അപ്പോ വളരെ ഏറെ പുണ്യമുള്ള അറഫ ദിനം എന്ന് പറയുന്നത് നമ്മൾ വിസ്മരിച്ചു പോകാൻ പാടില്ല, മറന്നു പോകാൻ പാടില്ല. ആ ദിനങ്ങളിൽ നമ്മളുടെ കർമ്മങ്ങളൊക്കെ ധാരാളം കുറച്ചുകൂടി കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം. എന്തെല്ലാമാണോ പുണ്യകർമ്മങ്ങളായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് അതൊക്കെ നമ്മൾ ഈ ദിനങ്ങളിൽ പാപങ്ങൾ പുറത്തു കിട്ടാനും, അല്ലാഹു പാപങ്ങൾ പൊറുക്കപ്പെടുന്ന ദിനമാണ്, നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കപ്പെടുന്ന ദിവസമാണ് യൗമു അറഫ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആളുകളെ അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ദിവസമാണ് യൗമു അറഫ എന്ന് പറഞ്ഞു. പിന്നീട് പിറ്റേ ദിവസം ദുൽഹജ്ജ് 10 യൗമു അറഫ കഴിഞ്ഞാൽ പിറ്റേ ദിവസം ദുൽഹജ്ജ് 10, യൗമു നെഹ്ർ എന്നാണ് ആ ദിനത്തെ പറയുന്നത്. അപ്പൊ യൗമു തർവിയ, യൗമു അറഫ, യൗമു നെഹ്ർ. എന്താ നെഹ്ർ? ഇതാ ഇന്ന അഅ്തൈനാക്കൽ കൗസർ
ഫസല്ലി ലിറബ്ബിക വൻഹർ. നഹർ, വൻഹർ, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുകയും ബലി അർപ്പിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞ ആ ബലികർമ്മത്തെ ഉദ്ദേശിച്ചു. യൗമുൻ നഹർ, ബലികർമ്മത്തിന്റെ ദിവസമാണത്. നമ്മൾ ഈദുൽ അദ്ഹ, ബലിപ്പെരുന്നാൾ എന്നാണല്ലോ ആ ദിവസത്തെ പറയുന്നത്. ഈദുൽ അദ്ഹ, ആ ദിവസത്തിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. ഇന്ന അഅ്ളമൽ അയ്യാമി ഇൻദല്ലാഹി തബാറക വ തആല യൗമുൽ നഹർ. അല്ലാഹുവിന്റെ അടുക്കൽ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തരമായ ദിവസമാണ് യൗമുൻ നഹർ. അഅ്ളമൽ അയ്യാം ഇൻദല്ലാഹി, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും മഹത്തരമായ ദിവസമാണ് ഈ യൗമുൻ നഹർ എന്ന് പറയുന്നത്. ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ്. പിന്നെ യൗമുൽ ഖർ, സുമ്മ യൗമുൽ ഖർ, പിന്നെ യൗമുൽ ഖറാണ്. അതേതാണ്? ദുൽഹിജ്ജ 10 കഴിഞ്ഞ് 11, 11ാമത്തെ യൗമുൽ ഖർ എന്നാ പറയുന്നത്. അങ്ങനെ ഒരുപാട് മഹത്വമുള്ള ദിനങ്ങൾ. ജിഹാദിനേക്കാളും ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമാണ് ജിഹാദ് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ശരീരം കൊണ്ടും പിന്നെ ധനം കൊണ്ടും നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ അതരാടുക എന്ന് പറഞ്ഞ ജിഹാദിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ എത്രയോ സ്ഥലങ്ങളിലാണ് നമുക്ക് ജിഹാദിനെ സംബന്ധിച്ചു പറഞ്ഞു തരുന്നത്. ആ ജിഹാദിനേക്കാളും മഹത്വമേറിയ ദിവസങ്ങളാണ് ഈ ദിനങ്ങൾ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഇത്രമേൽ സൽക്കർമ്മങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ദിവസം വേറെയില്ല എന്ന് നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? നമ്മളെന്ത് മനസ്സിലാക്കുന്നു? ഓരോ ദുൽഹജ്ജും കഴിഞ്ഞു പോകുന്നു, അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നു. സഹോദരങ്ങളെ, നമുക്ക് നാളെ പരലോകത്ത് ഏറ്റവും ആവശ്യം സൽക്കർമ്മങ്ങളാണ്. അവിടെ മറ്റൊരു ഒന്നും പരിഗണിക്കുകയില്ല. അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് നമ്മുടെ കൂട്ടിന് വേണ്ടത് സൽക്കർമ്മങ്ങളാണ്. ആ സൽക്കർമ്മങ്ങൾ ഏറ്റവും അധികം അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു നാളുകളാണ് ഈ ദിനങ്ങൾ, ഈ അയ്യാമുൽ അശ്ർ എന്ന് പറയുന്നത്. ഫഖാലു യാ റസൂലല്ലാഹ് വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്. നബിയെ, ജിഹാദിനേക്കാളും മഹത്തരമേറിയതാണോ ഈ ദിനങ്ങൾ? ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലൽ ജിഹാദു ഫീ സബീലില്ലാഹ് ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജിഉ മിൻ ദാലിക ബിശൈഇ. ജിഹാദിനേക്കാളും മഹത്തരമേറിയതാണ്. പക്ഷേ അയാൾ ജിഹാദിന് പുറപ്പെട്ടു. അങ്ങനെ പുറപ്പെട്ടു പോയി അവിടെ ഷഹീദായി, ഒന്നും തിരിച്ചു വന്നില്ല. ഫഖറജ ബിനഫ്സിഹി വമാലിഹി. അദ്ദേഹത്തിന്റെ നഫ്സുമായിട്ട് അടൽക്കളത്തിൽ അടരാടുവാൻ വേണ്ടി അദ്ദേഹം പുറപ്പെട്ടു. ഫലം യർജിഉ, പക്ഷെ ഒന്നും മടങ്ങിയില്ല. മിൻദാലിക ബിശൈഇ, അതെന്ന് പറഞ്ഞാൽ അവിടെ അദ്ദേഹം കൊല്ലപ്പെട്ടു, രക്തസാക്ഷിയായി, അള്ളാഹുവിന്റെ മാർഗത്തിൽ മരിച്ചു. അതിനോളം ഇത് എത്തുകയില്ല. ആ ഷഹീദിന്റെ അതിലേക്ക് എത്തുകയില്ല. പക്ഷേ അള്ളാഹുവിന്റെ മാർഗത്തിൽ ആ രക്തം ഒലിക്കാതെ ആ യുദ്ധത്തിൽ അടരാടുന്ന ആ യോദ്ധാവിനേക്കാളും അതൊരു വലിയ മഹത്വമേറിയ പ്രവർത്തനമാണത്. അടൽക്കളത്തിൽ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ മഹത്തരമായ പുണ്യമായ, വളരെയധികം ശ്രേഷ്ഠതയുള്ളത്. അതിനേക്കാളും ശ്രേഷ്ഠതയുണ്ട് ഈ ദിനങ്ങൾ എന്ന് നമ്മൾ സഹോദരങ്ങളെ അറിയണം. അതുകൊണ്ട് നമുക്ക് ലഭിച്ച ഈ സമയങ്ങൾ, ഈ സന്ദർഭങ്ങൾ, ഈ കൊല്ലത്തെ നമ്മുടെ മുമ്പിൽ ഉദിച്ചു വന്ന ഈ ഏതാനും അവശേഷിക്കുന്ന ഇനി ദിനങ്ങൾ, കുറേ ദിവസങ്ങൾ, 2, 3, 4, 5 ദിവസങ്ങൾ കടന്നു പോയിപ്പോ, ഇനി 5 ദിവസങ്ങളൊക്കെ ഉള്ളൂ നമ്മുടെ മുമ്പിൽ ബാക്കി. എന്ത് ചെയ്യുക? ഫഅക്സിറു ഫീഹിന്ന മിനത് തഹ്ലീലി വതക്ബീരി വതഹ്മീദ്. നമ്മളൊക്കെ സാധാരണ പെരുന്നാളാണോ എന്ന് ചോദിക്കും. നമ്മൾ തക്ബീർ ചൊല്ലിയാൽ, നമ്മൾ ആരെങ്കിലും തക്ബീർ ചൊല്ലിയാൽ പെരുന്നാളാണോ എന്ന് ചോദിക്കും. അങ്ങനെയല്ല. ഈ ദിനങ്ങൾ ദുൽഹജ്ജ 1 മുതൽ 10 വരെയും നമ്മൾ, അല്ലെങ്കിൽ അയ്യാമു തശ്രീഖിന്റെ അസർ വരെയും നമുക്ക് ഇതൊക്കെ ചൊല്ലാം. ഇതൊക്കെ പുണ്യങ്ങളാണ്, വളരെയധികം മഹത്തരമേറിയ കാര്യങ്ങളാണ്. തുലാസികൾ കനം തൂങ്ങുന്നതാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. തസ്ബീഹിന്റെയും ഒക്കെ ശ്രേഷ്ഠത പറയുമ്പോൾ നമ്മൾ പറയും അത് തുലാസിൽ കനം തൂങ്ങുന്നതാണ്, സ്വർഗത്തിലെ നിധിയാണ്, കൻസുൽ ജന്ന എന്നൊക്കെ പറഞ്ഞ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞാൽ
നമ്മളൊക്കെ സാധാരണ പെരുന്നാൾ വരുമ്പോൾ മാത്രമാണ് അതിന് ഈ തക്ബീറും തഹ്ലീലും ഒക്കെ നമ്മുടെ നാവിൽ നിന്നും പുറത്തേക്ക് വരികയുള്ളൂ, നിസ്സാരമായ സമയത്ത് മാത്രം. പക്ഷേ ഇത് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ആ പുണ്യങ്ങൾ നേടിയെടുക്കുക. സ്ത്രീകളെ പ്രത്യേകിച്ചും, അതേപോലെ തന്നെ പുരുഷന്മാരും യാത്രയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇത്തരത്തിലുള്ള പുണ്യങ്ങൾ നേടിയെടുക്കുക. വെറുതെ അങ്ങ് പറഞ്ഞേക്കുക, എന്നാലും പറയില്ല. വേറെ എന്തെങ്കിലും കാര്യമാണെങ്കിൽ ഇൻട്രസ്റ്റ്, രാഷ്ട്രീയം കേൾക്കാനും, നാളെ അടുത്ത പ്രധാനമന്ത്രി ആരാണെന്നറിയാനും അടുത്ത മുഖ്യമന്ത്രി ആരാണെന്നറിയാനും ഒക്കെയാണ് നമ്മളിങ്ങനെ താല്പര്യം കാണിക്കുന്നത്. നമ്മുടെ പരലോകത്തെക്കുറിച്ച് ഈ നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പ്, യഥാർത്ഥ തെരഞ്ഞെടുപ്പ് അതാണ്. യഥാർത്ഥ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മളെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. നാളെ പരലോകത്തും നാമും അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന ആ സമയവും കൂടി ഒന്ന് നമ്മൾ തട്ടിച്ചു നോക്കുക. എന്താണ് നമ്മുടെയൊക്കെ സ്ഥിതി എന്ന് നമ്മൾ ആലോചിക്കുക. അപ്പോൾ അതിലേക്കായിട്ട് നമ്മൾ തയ്യാറെടുക്കുക. അതുകൊണ്ട് ധാരാളം ചൊല്ലുക തക്ബീർ. സഹാബിമാർ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവർ ഈ ദിനങ്ങളിൽ അങ്ങാടികളിൽ ചെന്നുകൊണ്ട് ഉച്ചത്തിൽ തക്ബീർ ചൊല്ലും. അവരൊക്കെ സഹാബിമാർ, അവരൊക്കെ മനസ്സിലാക്കിയവരാണ്. അവരൊക്കെ പിന്നെ ഓരോരോ കാര്യങ്ങളും കൃത്യമായി നബിയിൽ നിന്നും പഠിച്ചവർ ആളുകളാണ് അവർ. അതുകൊണ്ട് തന്നെ അവർ അങ്ങാടിയിലേക്ക് പോയി അവിടെയൊക്കെ വെച്ചുകൊണ്ട് തക്ബീറുകൾ ചൊല്ലുമായിരുന്നു. അവർ അപ്പോൾ ഇത് കേട്ടുകൊണ്ട് ആളുകൾ അവരോടൊപ്പം കൂടുമായിരുന്നു. ഇതൊക്കെ ഹദീസിൽ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് സക്കാത്തും അതേപോലെ നോമ്പൊക്കെ നമുക്ക് ഈ ദിനങ്ങളിൽ പിടിക്കാം. 1 മുതൽ 9 വരെ നമുക്ക് പിന്നെ നോമ്പെടുക്കാം. പ്രധാനപ്പെട്ട പിന്നെ ഒരു ആരാധനയാണല്ലോ. അതേപോലെ ഇസ്തിഗ്ഫാർ ഒക്കെ വർദ്ധിപ്പിക്കുക, പാപമോചന തേട്ടം വർദ്ധിപ്പിക്കുക. ഈ സമയങ്ങളിലൊക്കെ ഇസ്തിഗ്ഫാർ, തൗബ എല്ലാം അധികരിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ-ആഖിബത്തു ലിൽ-മുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് തഖ്വല്ലാഹ ഇബാദല്ലാഹ് ഉസീകും സാനിയം ബിതഖ്വല്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഒരു പ്രധാനപ്പെട്ട നോമ്പിനെ സംബന്ധിച്ച് പറയുകയാണ്. അറഫ ദിവസത്തിലെ അറഫ നോമ്പ് നമുക്കൊക്കെ അറിയാവുന്നതാണ്. സിയാമു യൗമു അറഫത്തി അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനതല്ലതി ഖബ്ലഹു വസനതല്ലതി ബഅദഹു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതായത് വരാനിരിക്കുന്നതും അതേപോലെ കഴിഞ്ഞുപോയതുമായ 2 വർഷത്തെ ചെറിയ ചെറിയ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫ ദിവസത്തെ നോമ്പിനെ സംബന്ധിച്ച് നമുക്ക് പഠിപ്പിക്കുകയുണ്ടായി. ആ ദിനത്തിലെ നോമ്പ് എല്ലാവരും നോൽക്കുക. നമ്മുടെ നാട്ടിൽ ഇപ്പം ഈ ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ. അവിടെ പലരും ചില സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. നമുക്ക് ഇൻഷാ അല്ലാഹ് പെരുന്നാൾ വ്യാഴാഴ്ചയാണ്, അപ്പോൾ ബുധനാഴ്ചയാണല്ലോ അറഫ. അതേസമയം ഹാജിമാർ അവിടെ പിന്നെ എന്താണ് അതിൻ്റെ തലേന്നാണ്, അതിൻ്റെ ഒരു ദിവസം നേരത്തെയാണ് അറഫ, അവിടെ കഴിഞ്ഞു പോകും. പക്ഷെ അതുകൊണ്ട് അന്നല്ലേ നോമ്പെടുക്കേണ്ടത് എന്നൊക്കെ ഒരു സംശയങ്ങൾ വന്നേക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. യൗമു പിന്നെ ദുൽഹജ്ജ് 9 ഏതാണോ ആ ദിവസം നിങ്ങൾ അറഫ നോമ്പ് എടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ അവിടെ എപ്പോഴാണ് ഹാജിമാർ അറഫയിൽ നിൽക്കുന്നത് നോക്കാൻ ഉള്ള ഒരു കൽപ്പന നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ചിലർക്ക് ബുദ്ധിമുട്ടാവും. കാരണം അമേരിക്ക വരുമല്ലോ, ഇവിടെ പകലാണെങ്കിൽ അവിടെ രാത്രിയല്ലേ. അപ്പോൾ അവരെങ്ങനെ നോമ്പെടുക്കും? രാത്രി നോമ്പില്ലല്ലോ. അപ്പം അവർക്ക് അറഫ നോമ്പ് ഇല്ലാതെ പോകില്ലേ? അമേരിക്കക്കാർക്ക് അറഫ നോമ്പ് ഇല്ലാതെയും പോകും. അപ്പോൾ അതൊക്കെ ഒരു വലിയ ഗവേഷണ വിഷയങ്ങളാണ്. അപ്പം നമ്മളതിലൊന്നും ഇടപെട്ട് നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്താൻ നിൽക്കേണ്ട. തൽക്കാലം ഇതിൽ നിൽക്കുക. നമ്മുടെ നാട്ടിൽ എന്നാണോ പ്രഖ്യാപിച്ചത്, എന്നാണോ ദുൽഹജ്ജ് 10 അതിൻ്റെ തലേന്ന്, ഇപ്പോൾ വ്യാഴാഴ്ചയാണ് നമുക്ക് പെരുന്നാൾ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പം ദുൽഹജ്ജ് 9 എല്ലാവരും അത്
അറഫ നോമ്പ് എടുക്കുക. അതാണ് വലിയ പിന്നെ ഒരു വ്യാഖ്യാനമൊന്നുമില്ല. സഹാബിമാരുടെ ജീവിതത്തിലൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. സ്വഹാബിമാരുടെ ജീവിതത്തിൽ ഒരു സഹാബി ഖുറൈബ് റളിയല്ലാഹു അൻഹു പിന്നെ ഷാമിൽ പോയിട്ട് തിരിച്ചു വരുന്നത്, അവിടെ ഷാമിൽ ചെന്നപ്പോൾ അവിടെ വെള്ളിയാഴ്ച നോമ്പ് തുടങ്ങി. അപ്പോൾ മദീനക്കാർക്ക് ശനിയാഴ്ചയാണ് നോമ്പ്. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കണ്ടുമുട്ടിയപ്പോൾ ഈ വിവരം പറഞ്ഞു. അവിടെ ഇതായിരുന്നല്ലോ, ഞങ്ങളവിടെ വെള്ളിയാഴ്ച നോമ്പ് ആരംഭിച്ചു. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പോരെ, മദീനത്ത് ഷാമിൽ കണ്ട പ്രത്യേകിച്ച് മുആവിയ റളിയല്ലാഹു അൻഹു ഉണ്ട്, പ്രമുഖ സഹാബി. അപ്പോൾ അതൊക്കെ പോരെ. അപ്പോൾ പിന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പോരാ, ഞങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഞങ്ങളെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്. അതാത് പിന്നെ മാസം കണ്ടാൽ നിങ്ങൾ നോമ്പെടുക്കുക, മാസം കണ്ടാൽ നിങ്ങൾ പിന്നെ അല്ലെങ്കിൽ മാസം കണ്ടില്ലെങ്കിൽ നിങ്ങൾ പൂർത്തീകരിക്കുക. ഇതൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് എന്ന് പ്രത്യേകം പിന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഒരു തരത്തിലും ഇസ്ലാം പ്രായോഗികമാണ് എല്ലാ കാലത്തും എല്ലാ ലോകത്തും. അപ്പം അതുകൊണ്ട് അത് നമ്മൾ മനസ്സിലാക്കുക. ആ അറഫ നോമ്പ് പിന്നെ എന്ത് ചെയ്യുക, കൃത്യമായി നമ്മൾ പിന്നെ നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളെല്ലാം സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊരു കാര്യം നിങ്ങളെ ഉണർത്താനുള്ളത്, ഇൻഷാ അല്ലാഹ് വ്യാഴാഴ്ച നമ്മുടെ പള്ളി കോമ്പൗണ്ടിൽ തന്നെയാണ് നമ്മുടെ പെരുന്നാൾ നമസ്കാരം. എല്ലാവരും കുടുംബസമേതം മക്കളെയും ഭാര്യയെയും വീട്ടിലെ സ്ത്രീകളെയും ഉമ്മമാരെയും എല്ലാവരെയും കൂട്ടി നിങ്ങൾ അവർക്കും കൂടി ആ പുണ്യം നമ്മൾ നേടിയെടുക്കാൻ നമ്മൾ ഒരു വഴി കാണിച്ചു കൊടുക്കണം. അല്ലാതെ സ്ത്രീകളെയും പിന്നെ നമ്മുടെ എല്ലാ കാര്യത്തിലും അവരുണ്ട്. ഇതുപോലുള്ള പുണ്യപരമായ കാര്യങ്ങളിൽ അവരെ ഉപേക്ഷിക്കുന്നത് നല്ല സ്വഭാവമല്ല. അപ്പം അതുകൊണ്ട് അവരെയും കൂട്ടണം. അവർക്കും അതിൻ്റെ പുണ്യം, നമ്മുടെ പെൺമക്കൾക്കും ഒക്കെ അതിനൊക്കെ ഹൃദുമതികളായ പിന്നെ ആളുകളൊക്കെ പോലും എന്ത് ചെയ്തിട്ടുണ്ട്, അത് വീട്ടിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്, പുറത്ത് ഈ പെരുന്നാൾ നമസ്കാരത്തിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് നിസ്കാര സമയമാകുമ്പോൾ അവരവിടെ മുസല്ലയിൽ നിന്ന് മാറി നിൽക്കും. ബാക്കിയുള്ള എല്ലാ പുണ്യകർമ്മങ്ങളിലും അവർ പങ്കെടുക്കുകയും ചെയ്യും. പ്രാർത്ഥനകളിലും ഒക്കെ നിസ്കാരത്തിൽ നിന്ന് അവർ വിട്ടുനിൽക്കും. ഇതൊക്കെ ഹദീസുകളിൽ വന്നിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാവരും വരിക, നമ്മുടെ പള്ളി നമ്മുടെ ഇതിനെ വിജയിപ്പിക്കുക, ഇത് വളർത്തുക, ഇതിനൊരു നല്ല ഒരു പിന്നെ വളർച്ച ഉണ്ടാക്കുക. എല്ലാവരും കൂടി പിന്നെ ഒരുമിച്ച് നമ്മുടെ പള്ളിയിൽ പങ്കെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ അല്ലാഹു നമുക്കെല്ലാവർക്കും പുറത്തു തരുമാറാവട്ടെ. നമ്മളുടെ സഹോദരങ്ങൾ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാനുള്ള ഒരുക്കത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സമാധാനത്തോടും ശാന്തമായും ഹജ്ജ് നിർവഹിക്കുവാനുള്ള എല്ലാവിധ അനുഗ്രഹവും അല്ലാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ പ്രാർത്ഥനകളെല്ലാം അല്ലാഹു കബൂൾ ചെയ്യുമാറാവട്ടെ. നമുക്കും ആ ഒരു പുണ്യഭൂമിയിൽ എത്തിപ്പെടാനും അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകുവാനുമുള്ള തൗഫീക്ക് അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ടും കടം കൊണ്ടുമൊക്കെ വിഷമിക്കുന്ന ധാരാളക്കണക്കിന് സഹോദരന്മാർ എല്ലാവർക്കും അള്ളാഹു ശിഫയും ആശ്വാസവും കടത്തിൽ നിന്ന് ആശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളുടെ നാടിനെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല ഭരണകർത്താക്കളെയൊക്കെ നൽകി വളരെ ശാന്തമായി ജീവിക്കുവാൻ, ശത്രുതയില്ലാതെ പരസ്പരം മനുഷ്യ സ്നേഹത്തോടുകൂടി ജീവിക്കുന്ന ഒരു നല്ല നാടായി അള്ളാഹു നമ്മുടെ നാടിനെ മാറ്റുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوة يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على